തിരൂരിൽ ആദ്യമായി ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ അതിസങ്കീർണമായ ടാവി വാൾവ് റിപ്പയറിംഗ് വിജയകരമായി പൂർത്തീകരിച്ചു. പൊന്നാനി സ്വദേശിനി സൈനബ 74 വയസ്സ് എന്നിവർക്കാണ് സങ്കീർണമായ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയയില്ലാതെ വാൾവ് മാറ്റിവെച്ച് കൃത്രിമ വാൾവ് സ്ഥാപിക്കുന്ന ട്രാൻസ് കത്തീറ്റർ അയോർട്ടിക് വാൾവ് ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തിയത്. വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയെന്നും കേവലം 3 ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് രോഗി സാധാരണ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതായും വീട്ടിലേക്ക് തിരിച്ചുപോയതായും പത്രസമ്മേളനത്തിൽ ഡോക്ടർമാർ അറിയിച്ചു. ശക്തമായ ശ്വാസതടസ്സവും നടക്കുന്ന സമയത്ത് കിതപ്പും അനുഭവപ്പെട്ട രോഗി ശിഹാബ് തങ്ങൾ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിലെത്തുകയും സീനിയർ കാർഡിയോളജിസ്റ്റ് സാദത്ത് പരീദിന്റെ വിശദമായ പരിശോധനയിൽ വിദഗ്ധ ചെക്കപ്പുകൾക്ക് ശേഷമാണ് ഈ രോഗം തിരിച്ചറിയുകയും വാൾവ് മാറ്റിവെക്കണമെന്ന് രോഗിയുടെയും ബന്ധുക്കളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയുമുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രശസ്ത കാർഡിയോളജിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ MS അഷ്റഫ്, ഡോക്ടർ സാദാത്ത് പരീദ്, ഫാത്തിമ ഹെൽത്ത് കെയർ CEO ഡോക്ടർ ദിബിൻ മുഹമ്മദ് CTVS എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ഈ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത്. ഈ ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് കൂടെ ലഭ്യമാകണം എന്ന ലക്ഷ്യത്തോടുകൂടി നവംബർ 24 മുതൽ നവംബർ 29 വരെ കുറഞ്ഞ ചെലവിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായുള്ള ബൈപ്പാസ് സർജറി ഒരുക്കും. രോഗികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനാ ക്യാമ്പ് നവംബർ 17 ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അബ്ദുറഹിമാൻ രണ്ടത്താണി, വൈസ് ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, ഡയറക്ടർമാരായ ഡോക്ടർ KP ഹുസൈൻ, പാറപ്പുറത്ത് ബാവ ഹാജി, വാഹിദ് കൈപ്പാടത്ത്, CP ബാബു, അബ്ദുള്ളക്കുട്ടി അമ്മേങ്ങര, സാഹിറ ബാനു, സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസമ്മിൽ, ഫാത്തിമ ഹെൽത്ത് കെയർ CEO ഡോക്ടർ ദിബിൻ മുഹമ്മദ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അൽതാഫ് കണ്ണത്ത്, അഡ്വൈസർ ഡോക്ടർ ഹുസൈൻ പരപ്പിൽ, മാനേജർമാർ KP ഫസലുദ്ദീൻ, PROമാരായ ഷംസുദ്ദീൻ കുന്നത്ത്, റസാഖി എന്നിവർ പങ്കെടുത്തു.